മാഡം ഡെലിവറി. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. പിന്നെ അത് കോളിംഗ് ബെല്ല, പഞ്ചിങ് ബാഗ് അല്ല. എന്താ? ഒന്നുമില്ല, ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതാ. മാഡം നെറ്റി പോയാ? താങ്ക് യു. ജ്യൂസ് എവിടെ? ജ്യൂസ് എടുത്താണല്ലോ. എന്നിട്ടെവിടെ പോയി? അറിയില്ല, മിസ്സായെന്ന് തോന്നുന്നു. സോറി മാഡം, ഇനി ആവർത്തിക്കില്ല. മിസ്സായെന്നോ? എടോ, ഇയാൾ ഡെലിവറിക്ക് തന്നെയല്ലേ വന്നത്? അതെ, പക്ഷെ അത് എവിടെ പോയെന്ന് അറിയത്തില്ല. എനിക്കറിയാം. എടോ, ഇയാളെ പോലൊരു കുറച്ച് വിചാരമുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മളറിയാതെ കഴിച്ചിട്ട് അത് ചോദിക്കുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആരും ചോദ്യം ചെയ്യില്ലല്ലോ. നാണം ഉണ്ടോ? അധ്വാനിച്ച് കഴിച്ചൂടെ? സോറി മാഡം, ജ്യൂസിൻ്റെ പൈസ വേണ്ട. ഒരൊറ്റ തര അറിയാമല്ലായിട്ടല്ല എൻ്റെ മാന്യത. നിന്റെ ഒന്നും പാത്രത്തിൽ കൈയിട്ട് വരേണ്ട ദാരിദ്ര്യമൊന്നും ഞങ്ങളെ ഡെലിവറി ബോയ്സ് ഇല്ലടി. ജ്യൂസ് വേണമെങ്കിലേ ഞാൻ മേടിച്ചു കുടിക്കൂടി. കൊരയ്ക്കാതടി. അവളുടെ ഒരു ഫേഷ്യല്, നിന്റെ തിരുമോന്തണ്ടല്ല തറയിലിട്ട് ഇങ്ങനെ 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 ഒരച്ചണ്ടല്ല, ചുമക്കും ചോര കൊണ്ട്. നീ എന്താ എന്നോട് പറഞ്ഞേ? എനിക്ക് നാണമുണ്ടോ? നാണം. ദൈവമേ. ഒരു സോറി പറയാന്ന് വെച്ച് വന്നതാ. ഇനിയിപ്പോൾ അത് വേസ്റ്റ് ആക്കുന്നില്ല. വേണ്ട. കാർത്തി, നീ വീട്ടിലേക്കൊന്ന് വേഗം വരാമോ? നമ്മുടെ മറ്റേ ഹോട്ടലില്ലേ, അവിടെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബില്ലും പേ ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് മേടിച്ച് വേഗം ഒന്ന് വരാമോ? കാർത്തിക്, കാർത്തിക്.
എന്നിട്ട് ഡെലിവറി ബോയുടെ ഫോണാണോ? അയ്യോ, ഇങ്ങ് തന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. എനിക്ക് ഒരു ഫോൺ കിട്ടിയിട്ട് ഗാലറി പോലും നോക്കാതെ എങ്ങനെയാ കൊടുക്കുക? എടി അതൊക്കെ മോശം, അതൊക്കെ അവിടെ പ്രൈവറ്റ് കാറിൽ നീ ഇതിന് തന്നെ. ഒരു മോശമില്ല. നോക്കട്ടെ, ലുക്കൊന്നുമില്ലേ? ഇതിപ്പോ നിന്റെ ഫോണാണോ അവന്റെ ഫോണാണോ? ഇതില് മൊത്തം നിന്റെ ഫോട്ടോസ് ആണല്ലോ. എന്താണ് മോളെ? ഒന്നുമില്ലടി, നീ ഫോണിൽ തന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട്. വാട്സപ്പോടെ നോക്കിട്ട് എടി അതൊക്കെ മോശം, അതൊക്കെ അയാളുടെ പ്രൈവറ്റ് കാര്യമാ. പിന്നെ ഇങ്ങതാ വാട്സപ്പിൽ നോക്കിട്ട് കൊടുക്കാല്ലേ? ഓക്കെ. ഇതിൽ നിന്റെ കോണ്ടാക്ട് മാത്രമേ ഉള്ളൂല്ലോ. അവന് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? തന്നെ ചുണ്ടോട് ചേരുന്നുവോ പോവാം. എടി ഒരു സെക്കൻഡ്, ഇപ്പോൾ വരാം. നീ വന്നേ. അതിനെ കാർത്തിക് ഡെലിവറി ജോബ് നിർത്തിയല്ലോ. അവനേതോ കൺസൾട്ടൻസിക്കാർ US നല്ലൊരു ജോലി ശരിയായി കൊടുത്തു. ഏത് കൺസൾട്ടൻസിയാ? അവനിപ്പോൾ എവിടെ പോയി കാണാൻ പറ്റും? അവനെ ഇനി പോയാൽ കാണാൻ പറ്റും തോന്നില്ല. 6 മണിക്കാ ഫ്ലൈറ്റ്. ലേറ്റായില്ലേ? വാ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. എടി പോയിട്ട് കാര്യമില്ലെന്നല്ലേ പോവാൻ പറഞ്ഞേ? ഓക്കെ ബൈ. എന്താടി നിനക്ക്? എടി ആർ യു ഇൻ ലവ് വിത്ത് ഹിം? മാറിക്കേ, ഞാൻ എടുക്കാം. എനിക്കറിയാം അവൻ പോയിന്ന്. നീ എനിക്ക് കുറച്ച് സമയം താ. എടി അങ്ങോട്ട് നോക്ക്. എനിക്കിഷ്ടമെന്നുള്ള കാര്യം ഇവളെങ്ങനെ അറിഞ്ഞേ? എന്താ ഇവിടെ നടക്കുന്നേ? പോവാൻ പറ്റാതെ റിഗ്രറ്റ് അടിക്കുവാണോ? റിഗ്രറ്റ് അടിക്കാതെ പിന്നെ ഫ്ലൈ ഇന്ത്യ. ഇന്ത്യയുടെ സ്പെല്ലിങ് ഞാൻ ആദ്യമേ നോക്കേണ്ടതായിരുന്നു. ഞാൻ പറ്റിക്കപ്പെട്ട കാര്യങ്ങൾ അറിയണ്ട. നീ എന്താന്നും പറയാത്തെ? അല്ല, ഒന്ന് പോയാ മറ്റൊന്നാണല്ലോ. അന്ന് എൻ്റെ ഫ്രണ്ട്സ് നിൻ്റെ ഫോൺ നോക്കിയിട്ട് നിൻ്റെ ഇൻബോക്സിൽ ആകെയൊരു ചാറ്റ് എൻ്റെ എന്നാ പറഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. ഇൻബോക്സോ? ആരോട് ചോദിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്തേ?
ആരോടും ചോദിച്ചില്ല. എന്തേ? ഇതിലെ മെസ്സേജസ് ഒക്കെ എവിടെ? എന്റെ ഗെയിം എവിടെ? അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാനും ഡിലീറ്റ് ചെയ്തു. അവളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി. നീ എന്താ ഈ ആലോചിക്കുന്നേ? ഓ ഇനി ഡെലിവറിക്ക് പോകണല്ലോ എന്ന് ആലോചിച്ച. ഓ അപ്പോ ഇനി എനിക്ക് ലൈഫ് ലോങ് ഫ്രീ ഡെലിവറി ആയിരിക്കുമല്ലോ. ഹലോ മാഡം, കമ്പനിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഫ്രീ ഡെലിവറി ഒന്നും പറ്റത്തില്ല. പൊട്ടാ, ഫുഡിന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ ഓ